നമ്മളിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ ഫൈനൽ ഫെയർവെല്ലിന് വേണ്ടിയാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. അതിന് നമുക്ക് നമ്മുടെ കൂടെ കൂടെ ഫസ്റ്റ് നമ്മൾ ക്ഷണിച്ചു കൊടുക്കുന്നു. ഞങ്ങൾ ഇതുവരെ പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് ഞങ്ങളുടെ ദാസാണ് സ്റ്റാഫ് മെമ്പേഴ്സിന് ഞങ്ങൾ വെൽക്കം ചെയ്യാറ്. ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഇനി വരനിവർക്കും സ്വാഗതം ആശംസിക്കുന്നു. അധ്യാപകർക്കും എൻ്റെ സഹപാഠികൾക്കും സ്വാഗതം ആശംസിക്കുന്നു. അപ്പോൾ ഒരു ബാച്ചും കൂടെ ഇവിടെ നിന്ന് പടിയിറങ്ങുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ എത്ര പേരാണ്? ഇത് നല്ലൊരു ക്ലാസ്സായിരുന്നു. എനിക്ക് ഇഷ്ടമായി. എനിക്ക് 3 മാസം സന്തോഷം ദിവസം ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. കോളേജിൽ പോകുമ്പോൾ ഇത്ര സന്തോഷിച്ചിട്ടില്ല. അത് ഈ 3 മാസം പെട്ടെന്ന് തീർന്നു പോകുന്നതിൻ്റെ വിഷമം സാറന്മാർ ദാസാറാണ് കിട്ടുന്നതാണെങ്കിൽ ജഡ്ജി സാറാണെങ്കിൽ പഠിപ്പിക്കുന്നുണ്ട്. നല്ലപോലെ നമ്മളടുത്ത് നല്ലപോലാണ് നല്ല ഓർമ്മ. ഇവരോടൊക്കെ എങ്ങനെ മിണ്ടു എന്ന് തുടങ്ങി ഇവരൊക്കെ എങ്ങനെ പിരിയും എന്ന ലോകത്തിലാണ് വിളിക്കുന്നത്. പിന്നെ ക്ലാസ്സിന് നല്ല രീതിയിൽ എല്ലാ രീതിയിലും അതായത് ഞാനിപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നതിനകത്ത് അത് ആദ്യത്തെ എൻ്റെ ഇനാഗ്രേഷൻ പ്രോഗ്രാമിൽ എന്താ അറിയാം എങ്ങനെ ഡാൻസ് കളിച്ചൊക്കെ എന്താണ് സംസാരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിന്ന് ഇവർ ഫേസ് ചെയ്യാം എന്നുള്ള ഇത് കോൺഫിഡൻസിനൊക്കെ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം കുറേ ക്ലാസ് വരാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷേ ഒരുപാട് മിസ് ചെയ്തു. നല്ല ക്ലാസ്സായിരുന്നു. സാറിന് നല്ലപോലെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ കുറേ പഠിത്തം കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷം കുറേ ഗ്യാപ്പിന് ശേഷമാണ് ഇങ്ങനെ പഠിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ പഴയ കോളേജിലേക്ക് പോലെ എനിക്ക് പറ്റി കുറേ അനിയന്മാരൊക്കെ കിട്ടി. ബാക്കി അങ്ങനെ അനിയന്മാരെ കിട്ടി. സന്തോഷം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഈ 3 മാസം നല്ല അടിപൊളിയായിരുന്നു. ഞാൻ ബികോം കഴിഞ്ഞിട്ടാണ് ഈ 3 മാസത്തെ കോഴ്സ് അറിഞ്ഞ് ഇങ്ങോട്ട് വന്നത്. ജെയ്സൺ സാറാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്. ഞാൻ ബികോം കഴിഞ്ഞ് കുറച്ച് MBA പഠിക്കാൻ ഇരിക്കുകയായിരുന്നു. അപ്പം 2 ദിവസം വീട്ടിൽ ഇരിക്കാമെന്ന് വിചാരിച്ച് പലപ്പോഴും 3 ദിവസം വരാൻ പറഞ്ഞു. അങ്ങനെ വന്നതാണ്. നല്ലൊരു ആളെ കുറേ കൂട്ടുകാരെ കിട്ടി. പിന്നെ ഈശ്വരനെ ഞാൻ കൊണ്ടുവന്നതാണ്. അവരും വീട്ടിൽ ഇരിക്കാമെന്ന് ഉദ്ദേശിച്ച് വീട്ടിൽ ശേഷമാണ് നല്ലോണം സംസാരിക്കാൻ തന്നെ പഠിച്ചത്. ദാസാറായാലും ദീപിമിസ് ആയാലും ജെയ്സൺ സാറായാലും നല്ലോണം കാര്യം പഠിപ്പിച്ച് അടിപൊളിയായിരുന്നു. എല്ലാവരെയും മിസ് ചെയ്യും. താങ്ക് യു. അതിന് ഇവിടുത്തെ ക്ലാസ് അടിപൊളിയാണ്. എല്ലാവരും വൈബാണ്. പിന്നെ ഇതിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഞാൻ ഇവിടുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റേജിൽ കയറുന്ന സാധനം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്, ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, മനസ്സിലാവുന്നുണ്ട്. പിന്നെ പഠിപ്പിക്കുന്നുണ്ട്. മൈക്രോ പ്രക്രിയ നമ്മൾ കമ്പനിയിൽ തുടങ്ങി. എന്താ പറഞ്ഞു തുടങ്ങേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ വന്ന ശേഷം ക്ലാസ് ആണെങ്കിലും പരിചയപ്പെട്ട ആളുകളായിരുന്നാലും എല്ലാവരും ഭയങ്കര സൂപ്പറാണ്. എനിക്കൊരുപാട് സ്റ്റേജ് ഫിയർ ഉള്ള ആളാണ്. അതൊക്കെ കുറച്ചൊക്കെ മാറിയത് ഇവിടെ വന്നിട്ടാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കമ്മ്യൂണിക്കേഷൻ വളരെ മോശമായിരുന്നു. അതും ഇവിടെ വന്നാണ് കുറേയൊക്കെ ഞാൻ മാറി തുടങ്ങിയത്. 3 മാസം കൊണ്ട് എങ്ങനെ കമ്മ്യൂണിക്കേഷനും ഇതൊക്കെ മാറ്റി എല്ലാവരും തന്നെ പറയുന്നുണ്ട്. ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് കോളേജിൽ പോയിട്ടില്ല. അപ്പോൾ എന്നെ മിസ് ചെയ്ത് എനിക്ക് ഇവിടെ എന്ന് പറയുമ്പോൾ എൻ്റെ ഓർമ്മ എനിക്ക് നഷ്ടപ്പെട്ടൊരു കോളേജ് അനുഭവമാണ് എനിക്ക് കിട്ടി നടന്നത്. കുഴപ്പമില്ല, ക്ലാസ് എല്ലാവരും പൊളിയാണ്. ഇവിടെ വന്നതിന് ശേഷം ഓപ്പർച്യൂണിറ്റി തന്നെയാണ് പറയുന്ന
പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ വെയർ ഹൗസ് മാനേജ്മെൻറ്റിനകത്ത് ഇഷ്ടംപോലെ ജോലി ചെയ്യുന്നതിനകത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആ ചോദ്യത്തിനാണ് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ ബേസ് ചെയ്ത് നമ്മൾ ആൻസർ ചെയ്യാൻ പറ്റും. നല്ലൊരു ക്ലാസ്സായിരുന്നു. എനിക്ക് ഭയങ്കര സീരിയസായിരുന്നു. അപ്പൊ ഇവിടെ സംസാരിച്ചിട്ടില്ല. ഇവിടെ കിട്ടി ഇവരെന്നെ ചുമ്മാ മനസ്സിൽ അറിയോ കൂട്ടുകാരെ കിട്ടി. യാത്ര പറയുകയാണ്. ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഒഫീഷ്യൽ നന്ദി നിങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾ ഇതിൻ്റെ ഈ ഫാമിലിയുടെ ഭാഗമായി. അപ്പോൾ ഇനി അലൂമിനെ മീറ്റപ്പിനൊക്കെ വരുമ്പോൾ നിങ്ങളെ വീട്ടിൽ കാണാം. അപ്പം നിങ്ങൾ ഒരുപാട് പേര് നല്ല കോഴ്സ് കഴിഞ്ഞ് വന്ന് ജോയിൻ ചെയ്തവരാണ്. ചിലർ +2 ഒക്കെ ആയിട്ട് ജോയിൻ ചെയ്തവരായിരിക്കും. പലതരത്തിലുള്ള ആൾക്കാരാണ്. അപ്പം ഇങ്ങനെ കൊണ്ട് 3 മാസത്തെ 4 മാസത്തിൻ്റെ കോഴ്സ് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണട തുടങ്ങുന്നതൊക്കെ തീരും. ഒരു ബയോമെട്രിക് പറഞ്ഞ് ഞാനിങ്ങനെ DBTech പഠിച്ചത് പെട്ടെന്ന് അപ്പം എനിക്ക് ഓർമ്മ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ പിന്നെ അവിടെ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ കാര്യത്തിൽ തോന്നിയായിരുന്നു. അപ്പോൾ കാണുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും നല്ല നിലയിലായിരിക്കട്ടെ എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാനും ആശംസിക്കാനും ഉള്ളത്. ക്ലാസ്സിൽ കുഴപ്പമില്ലായിരുന്നു. ചെറിയ ചെറിയ കുറ്റത്തുകൾ കണ്ടുപിടിച്ചു. എന്തെങ്കിലും വഴക്ക് ചെയ്താൽ ആരും ഈ കൂട്ടത്തിലില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നമസ്കാരം. എല്ലാവരും ചോദ്യം പോകുന്നു. അത് 3 മാസം ചുമ്മാ എന്ന് പറയുന്നു. ഒരു തിരിഞ്ഞ ഉറപ്പ് ചോദ്യങ്ങൾ മാക്സിമം യൂസ് ചെയ്യും. ഇത് കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിലെ ബിസിനസ് ഇത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. മോശമായിട്ട് നമ്മൾ കഴിഞ്ഞു പോയത്. അപ്പോൾ അത് കഴിഞ്ഞ് പോകുന്നതോടുകൂടി നമ്മുടെ ബന്ധങ്ങൾ അവസാനിക്കാതെ നമ്മുടെ ഫ്രണ്ട്സിനെ എല്ലാം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഇവിടുത്തെ നിങ്ങളെ പഠിപ്പിച്ച ഗുരുക്കന്മാരെയും ടീച്ചേഴ്സിനെ ഉൾപ്പെടെയുള്ളവരെ മനസ്സിൽ എപ്പോഴും ഓർക്കുക. അച്ഛൻ പറഞ്ഞ പോലെ ഇവിടെ ടീച്ചറായിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം വരുന്ന 2ാമത്തെ ബാച്ച് തുടങ്ങാം. ഫസ്റ്റ് ഉള്ളതെല്ലാം വന്ന് കയറിയിരിക്കുന്ന മൊത്തം കിളികളാണ്. ഇതെല്ലാം കൂടെ എങ്ങനെ ഒരു കുടക്കീഴിൽ വന്ന് കയറി എല്ലാം ഒന്നിനൊന്നും വെച്ച് ആ ഞങ്ങൾ മോശമായിട്ടല്ല. ഫണ്ടിന് ഫണ്ടുണ്ട്. നമ്മൾ
ജന്മം സ്വരനദിയായി ഒഴുകുമ്പോൾ കുളിരോളത്തിൽ കയ്യാലിൽ നിന്നെ തഴുകും ഞാൻ. പാന്തിരകൾ അലതല്ലും ഇടനെഞ്ചിൻ കോണിൽ നിന്നെ കാണും നേരം തൊട്ടെന്നുള്ളം തേടിപ്പായും തിരകൾ അലതല്ലും ഇടനെഞ്ചിൻ തോണിൽ തേനായി സ്നേഹം തേൻവരിക്കയായി പൂവായി സ്നേഹം പൂമ്പാറ്റയായി നിന്റെ കടുങ്കാപ്പി മിഴിയുന്നു കാണാൻ ഞാനും ആ കടലിൻ്റെ കടവത്തു കാത്തു. ഈ സോങ് ദാസാറിന് വേണ്ടി ഷെറിൻ ബെഞ്ചമിൻ ഡെഡിക്കേറ്റ് ചെയ്ത സോങ്ങാണ്. ആശംസകൾ നേർന്ന ഗീതു മിസ്, ദാസ, ജയ്സൺ സാർ, രാജേഷ് സാറിനും ഞാൻ എൻ്റെയും ഇ-കൊമേഴ്സ് ബാച്ചിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ പ്രോഗ്രാം അവതരിപ്പിച്ച എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു.